Good afternoon. I am Akshay. I had an All India rank of 2627 in the year 2020. Now I am doing third year MBBS in AIIMS Nagpur. Today we will be starting with the chapter Molecular Basis of Inheritance. Class 12th genetics കൂടുതൽ പഠിക്കുന്ന മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഹാസ് എ വെരി ഹൈ വെയിറ്റേജ്. അപ്പൊ എക്സാമിന് മുമ്പ് ഈ ചാപ്റ്റർ ഒരിക്കലും സ്കിപ്പ് ചെയ്തിട്ട് പോവാറില്ല ജനറലി ആരും. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൊരു ചാപ്റ്റർ ആണ് ആൻഡ് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. അപ്പൊ നമ്മൾ ഡയറക്റ്റ്ലി ഞാൻ ജസ്റ്റ് സമ്മറൈസ് ചെയ്യാം ചാപ്റ്ററിൽ എന്തൊക്കെയാ പഠിക്കാൻ പോവാന്ന്. നമ്മൾ DNA, അതായത് ജനറ്റിക് മെറ്റീരിയൽ, നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിനെ കുറിച്ച് പഠിക്കും. DNA എന്താന്ന് പഠിക്കും. അതേപോലെ RNAയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കും. ആൻഡ് ദി പ്രോസസ് ഓഫ് റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, കോഡിങ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കും. ആൻഡ് ഫൈനലി ട്രാൻസ്ലേഷൻ പഠിക്കും. ആൻഡ് ട്രാൻസ്ലേഷൻ കഴിഞ്ഞ് ഈ ജീൻ എക്സ്പ്രഷന്റെ റെഗുലേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് കാണും. ആൻഡ് ഫൈനലി ഹ്യൂമൻ ജീനോം പ്രോജക്റ്റും കൂടെ കണ്ട് DNA ഫിംഗർ പ്രിന്റിംഗ് കൂടെ കണ്ട് നമ്മൾ ചാപ്റ്റർ എൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഡയറക്ട്ലി ചാപ്റ്ററിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ DNA-നെയും RNA-നെയും കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണ് പറയുന്നത്? നമ്മൾ ഓൾറെഡി ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ബേസിക്സ് ഓഫ് ഈ ചാപ്റ്ററിന് വേണ്ട ബേസിക് റെക്വസിറ്റ്സ് എന്താണെന്ന് പഠിച്ചിരുന്നു. എന്തൊക്കെയായിരുന്നു? ന്യൂക്ലിക് ആസിഡ്സ്, പോളിമേഴ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആണ് ബയോമോളിക്യൂൾസിൽ പഠിച്ചിരുന്നു. ഇനി ഈ ചാപ്റ്ററിൽ പറയുന്നത് എന്താ? DNA-യും RNA-യും രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ് ആണ് ഏതില്? ലിവിങ് സിസ്റ്റത്തിൽ കാണുന്നത്. അതായത് ലിവിങ് സിസ്റ്റത്തിൽ ഫൈനലി ഒരു ജനറ്റിക് മെറ്റീരിയൽ വേണമെന്ന് നെസസിറ്റി വന്നപ്പോ ആദ്യത്തെ വൺ ഓഫ് ദ മെനി ബേസിക് ഓർഗാനിസത്തിൽ എങ്ങനെയായിരുന്നു? RNA ആയിരുന്നു. ആൻഡ് ഫൈനലി RNAക്ക് ചില ഫ്ലോസ് ഉള്ളതുകൊണ്ട് പിന്നെ വന്ന അഡ്വാൻസ്ഡ് ഓർഗാനിസത്തിന് ഏതായി? DNA എന്ന് പറഞ്ഞ ജനറ്റിക് മെറ്റീരിയൽ ആയി. ആൻഡ് ഈ ജനറ്റിക് മെറ്റീരിയൽ ഓർഗാനിസത്തിന് നമുക്ക് ജനറ്റിക് മെറ്റീരിയൽ വേണമെന്നുള്ള നെസസിറ്റി ആയി ആദ്യം. അപ്പൊ ജനറ്റിക് മെറ്റീരിയൽ എങ്ങനത്തെ ആയിരിക്കണം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. എങ്ങനത്തെ ആയിരിക്കണം? ആദ്യം കെമിക്കലി സ്റ്റേബിൾ ആയിരിക്കണം. എങ്ങനെ? ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പൗണ്ട്സ് ആയിരിക്കണം ഏതാവേണ്ടത്? ജനറ്റിക് മെറ്റീരിയൽ ആവേണ്ടത്. ഏതൊക്കെ രീതിയിൽ സ്റ്റേബിൾ ആയിരിക്കണം? ബോത്ത് കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി. കെമിക്കൽ കോമ്പോസിഷൻ വൈസ് നോക്കിയാലും അതിന്റെ സ്ട്രക്ചർ വൈസ് എടുത്ത് നോക്കിയാലും സ്റ്റേബിൾ ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ ആയിരിക്കണം. ആൻഡ് എന്ത് വേണം? പിന്നെ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് കാര്യം, റെപ്ലിക്കേഷൻ അണ്ടർഗോ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. കാരണം എന്തുകൊണ്ടാ? റെപ്ലിക്കേഷൻ അണ്ടർഗോ ചെയ്യാണെങ്കിൽ മാത്രമേ സ്പീഷീസ് എങ്ങനെ അവര് ഓരോ ഓർഗാനിസം ന്യൂ വൺസിന് ഗിവ് ബർത്ത് ചെയ്യുമ്പോൾ അവരിലും ഈ സെയിം ജനറ്റിക് മെറ്റീരിയൽ പാസ് ഓൺ ചെയ്യണമെങ്കിൽ ഏത് പ്രോസസ് ഇമ്പോർട്ടന്റ് ആണ്? റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സും ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈസിലി മ്യൂട്ടേറ്റഡ് ആവരുത്. അതായത് മ്യൂട്ടേഷൻ ആവാം എന്തിന്? വേരിയേഷന് വേണ്ടി. പക്ഷെ ഭയങ്കര സ്ലോ മ്യൂട്ടേഷന് സ്കോപ്പ് ഉണ്ടാവാനേ പാടുള്ളൂ. അതായത് ഹൈ റേറ്റ്സ് ഉണ്ടാവരുത്. സ്ലോ മ്യൂട്ടേഷൻ സ്കോപ്പ്. ആൻഡ് ഫൈനലി നമ്മൾ ഇതിന് മുമ്പിൽ ജനറ്റിക്സ് 1 എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമ്മൾ പഠിക്കും മെൻഡേലിയൻ ക്യാരക്ടേഴ്സ് എന്താണെന്നുള്ളത്. ആ മെൻഡേലിയൻ ക്യാരക്ടേഴ്സ് അത് എങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യുന്നത് അതേപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാനും ഈ ജനറ്റിക് മെറ്റീരിയലിന് പറ്റണം. അതായത് ഏബിൾ ടു എക്സ്പ്രസ് ഇറ്റ്സെൽഫ് ഇൻ ദി ഫോം ഓഫ് മെൻഡേലിയൻ ക്യാരക്ടേഴ്സ്. മെൻഡേലിയൻ ക്യാരക്ടേഴ്സിന് ഡീവിയേഷൻ കാണിക്കരുത് എക്സ്പ്രഷന്റെ സമയത്ത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഒരു ജനറ്റിക് മെറ്റീരിയലിന് വേണമെന്ന് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി പറയാന് DNA-യും RNA-യും 2 ടൈപ്സ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ് ആണ് എവിടെ കാണുന്നത്? ലിവിങ് സിസ്റ്റത്തിൽ കാണുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദി ഓർഗാനിസത്തിൽ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏതാണ് ജനറ്റിക് മെറ്റീരിയൽ. DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. പക്ഷെ ബേസിക് ഓർഗാനിസത്തിൽ, അതായത് ആദ്യത്തെ കുറച്ച് ഓർഗാനിസം ലൈക്ക് ചില വൈറസസിൽ എങ്ങനെ RNA-യും ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ മോസ്റ്റ്ലി ഫൗണ്ട് ജനറ്റിക് മെറ്റീരിയൽ ഏതാന്ന് വെച്ചാൽ RNA എന്ന് പറയണം. ആൻഡ് RNA-ക്ക് ചിലതിൽ ജനറ്റിക് മെറ്റീരിയൽ, ചില വൈറസസ് പോലത്തെ ഓർഗാനിസത്തിൽ ജനറ്റിക് മെറ്റീരിയൽ ആണെങ്കിലും വേറെ കുറച്ച് അഡീഷണൽ റോൾസും കൂടി ഉണ്ട്.
ഏതാണ് DNA ആകെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യും. പക്ഷെ RNAക്ക് ചില അഡീഷണൽ റോൾസും ഉണ്ട്. ലൈക്ക് ഇറ്റ് ഫങ്ഷൻസ് ആസ് അഡാപ്റ്റർ ആൻഡ് സ്ട്രക്ചറൽ ആസ് വെൽ ആസ് കാറ്റലിറ്റിക് മോളിക്യൂൾ. അഡാപ്റ്റർ ആയിട്ടും സ്ട്രക്ചറലിൽ ചില റോൾസ് ഉണ്ട്. ആൻഡ് ഫൈനലി കാറ്റലിറ്റിക് ആയിട്ടുള്ള റോളും ഏതിനുണ്ട്? RNAക്ക് ഉണ്ട്. ഇനി പഠിക്കാൻ പോകുന്നത് റെപ്ലിക്കേഷൻ. ഞാൻ ഓൾറെഡി പഠിക്കുന്നു പറഞ്ഞു. എങ്ങനെ നമ്മുടെ ന്യൂ വൺസിന് ബർത്ത് കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് DNA പാസ് ഓൺ ചെയ്യാൻ റെപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. ഇനി ട്രാൻസ്ക്രിപ്ഷൻ, അതായത് ഇതിൽ വൺ ഓഫ് ദി മെയിൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, കുറച്ച് ഡിഫിക്കൽട്ടും കൂടിയായ ട്രാൻസ്ക്രിപ്ഷൻ എന്താണ്? നമുക്കറിയാം മോസ്റ്റ്ലി കാണുന്ന ജനറ്റിക് മെറ്റീരിയൽ DNA ആണ്. ആൻഡ് ഈ DNAയിൽ നിന്ന് RNA ഉണ്ടായി വരുന്ന പ്രോസസ്സിന് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ട്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് RNA പോളിമറേസ്. RNA ഉണ്ടാവണമെങ്കിൽ ഏത് എൻസൈം വേണം? RNA പോളിമറേസ്. പക്ഷെ ഏതിൽ നിന്നാണ് DNA ഉണ്ടാവുന്നത്? ഏതിൽ നിന്നാണ് RNA ഉണ്ടാവുന്നത്? DNA-യിൽ നിന്ന്. അപ്പൊ അതിന് എന്തും കൂടി സ്പെസിഫിക്കലി വിളിച്ചു? DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ് വെച്ച് DNA RNA ആവുന്ന പ്രോസസ്സിനെ എന്ത് വിളിച്ചു? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിച്ചു. ആൻഡ് ദ പ്രോസസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. RNA ആയിക്കഴിഞ്ഞു. ഇനി RNA-യിൽ നിന്ന് പതുക്കെ നമുക്കറിയാം RNA പല ടൈപ്പ് ഉണ്ട്, നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. അതിൽ വൺ ഓഫ് ദ ടൈപ്സ് ആണ് എന്ത്? mRNA. ഈ mRNA എന്ത് ചെയ്യും? ട്രാൻസ്ലേഷൻ അണ്ടർഗോ ചെയ്ത് പ്രോട്ടീൻ ആവും. അപ്പോ ഈ പ്രോസസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസിനെ നമ്മൾ എന്ത് വിളിച്ചു? ട്രാൻസ്ലേഷൻ എന്ന് വിളിച്ചു. ആൻഡ് ട്രാൻസ്ലേഷൻ പഠിക്കും. ആദ്യം ഞാൻ എന്ത് പറഞ്ഞു? റെപ്ലിക്കേഷൻ പഠിക്കും, ട്രാൻസ്ക്രിപ്ഷൻ പഠിക്കും, ട്രാൻസ്ലേഷൻ പഠിക്കും. ആൻഡ് ഇത് കഴിഞ്ഞ് നമ്മുടെ റെഗുലേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അതിന്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് പഠിക്കും. ആൻഡ് ഫൈനലി ഹ്യൂമൻ ജീനോമിന്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യും. ആൻഡ് നമ്മളിനി DNA-യിലേക്ക് കടക്കാണ്. ഫസ്റ്റ് ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ DNA എന്താണ് ആൻഡ് അതിന്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ആദ്യം പറയുന്നു DNA നമുക്ക് ഓൾറെഡി അറിയുന്നത് പോലെ ഇറ്റ്സ് എ ലോങ് പോളിമർ ഓഫ് deoxyribonucleotides. DNA-ന്റെ മോണോമർ എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയും? deoxyribonucleotides. ആൻഡ് ഈ ലെങ്ത് ഓഫ് DNA എങ്ങനെയാണ് പറയാൻ പറ്റുക? ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് പ്രസന്റ് ഇൻ ഇറ്റ്. അപ്പൊ അതിൽ എത്ര ന്യൂക്ലിയോടൈഡ് ഉണ്ടോ അതിനും അക്കോർഡിംഗ്ലി ആണ് ലെങ്ത് ഓഫ് DNA ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ലെങ്ത് ഓഫ് നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയും കൂടെ പറയാം. പെയർ ഓഫ് ന്യൂക്ലിയോടൈഡ് എത്രയുണ്ട് അതിനനുസരിച്ചും പറയാൻ പറ്റും. ഈ പെയർ ഓഫ് ന്യൂക്ലിയോടൈഡിന് നമ്മൾ പറയുന്നത് ബേസ് പെയർസ്. അപ്പൊ നമ്മൾ എന്തൊക്കെ സംസാരിച്ചു? ലെങ്ത് ഓഫ് DNA ഡിഫൈൻഡ് ബൈ വാട്ട്? ഒന്നുകിൽ നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ്, അല്ലെങ്കിൽ ബേസ് പെയർസ്, അല്ലെങ്കിൽ പെയർസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. ഈ രണ്ട് സാധനങ്ങളാലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഈ എക്സാമ്പിൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ക്യൂ എഴുതുന്നത്. എന്താണ് ചോദിക്കുന്നത്? ബാക്ടീരിയോഫേജിൽ എത്ര ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്? ഏത് ബാക്ടീരിയോഫേജിൽ? 5X174 എത്ര ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടെന്ന് വെച്ചാൽ 5386. ഈ നമ്പർ ബൈ ഹാർട്ട് ചെയ്യണം. ആൻഡ് ഈ 5386 മാത്രം അറിഞ്ഞാൽ പോരാ, അത് ന്യൂക്ലിയോടൈഡ്സ് ആണോ ബേസ് പെയർസ് ആണോ കൺഫ്യൂസ്ഡ് ആവരുത്. അപ്പൊ 5H174 5386 ന്യൂക്ലിയോടൈഡ്സ് തന്നെയാണ് ഉള്ളത്. ആൻഡ് ലാംഡ ബാക്ടീരിയോഫേജ്, അടുത്ത എക്സാമ്പിൾ. ലാംഡ ബാക്ടീരിയോഫേജിൽ എത്ര ബേസ് പെയർസ് ഉണ്ട്? 48502 ബേസ് പെയർസ്. ആൻഡ് അഗൈൻ ഇത് ന്യൂക്ലിയോടൈഡ്സ് ആയിട്ട് കൺഫ്യൂസ് ആവരുത്. ബാക്ടീരിയോഫേജ് ലാംഡയില് എങ്ങനെയാണ്? ബേസ് പെയർസിന്റെ ടേംസിലാണ് പഠിച്ചിരിക്കുന്നത്. ആൻഡ് ഈ കൊളൈ അല്ലെങ്കിൽ എസ്റ്ററീഷ്യ കൊളയിൽ എത്ര ബേസ് പെയർസ് ഉണ്ട്? 4.6 into 10⁻⁶ ബേസ് പെയർസും. ആൻഡ് ഹ്യൂമൻ ഡിഎൻഎയില് ഹാപ്ലോയിഡ് കണ്ടന്റ്, അതായത് ഹാഫ് ദി കണ്ടന്റ് എത്രയുണ്ടാവും? 3.3 into 10⁻⁹ ബേസ് പെയർസ്. ഇത്രയും കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. MCQ ചോദിക്കാം. ഈ നമ്പേഴ്സ് ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കാം. ഇനി നമ്മൾ സ്ട്രക്ചർ ഓഫ് ദിസ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ അല്ലെങ്കിൽ നമ്മുടെ DNA അല്ലെങ്കിൽ RNA-യുടെ കെമിക്കൽ സ്ട്രക്ചേഴ്സ് കാണാൻ പോവാണ്.
ബയോമോളിക്യൂൾസിൽ കണ്ടതുപോലെ നമുക്കറിയാം ന്യൂക്ലിയോടൈഡ്സിന് എത്ര കോമ്പണൻസ് ഉണ്ട്? 3 കോമ്പണൻസ് ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്കറിയാം. ഒരു നൈട്രജീനസ് ബേസ് ഉണ്ട്. സെക്കൻഡ്ലി എന്തുണ്ട്? ഒരു പെന്റോസ് ഷുഗർ ഉണ്ട്. ആൻഡ് ഫൈനലി ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ന്യൂക്ലിയോടൈഡിലെ ഏതൊക്കെ കോമ്പണൻസ് ആണ്? ഒരു നൈട്രജീനസ് ബേസ്, പെന്റോസ് ഷുഗർ ആൻഡ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ആൻഡ് DNA-യിലും RNA-യിലും വേരി ചെയ്യുന്ന എന്താണ്? ഈ ഷുഗർ ആണ് വേരി ചെയ്യുന്നത്. എങ്ങനെ? RNA-യില് റൈബോസ്, DNA-യില് ഡീഓക്സി റൈബോസ്. ഇത്രയും കാര്യം ഇത് ആദ്യം അറിഞ്ഞിരിക്കാം, എത്ര കോമ്പണൻസ് ആണ് ഉള്ളത്. ഇനി 2 ടൈപ്സ് ഓഫ് നൈട്രജീനസ് ബേസ് ഉണ്ട്. എന്തൊക്കെ? പ്യൂരിൻസും പിരിമിഡിൻസും. നമ്മൾ ബയോമോളിക്യൂൾസിൽ പഠിച്ചിരുന്നു. നൈട്രജീനസ് ബേസസ് ബ്രോഡ്ലി 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, പ്യൂരിൻ ആൻഡ് പിരിമിഡിൻ. ആൻഡ് ഈ പ്യൂരിന്റെ താഴെ വരുന്നതാണ് അഡിനിൻ ആൻഡ് ഗ്വാനിൻ. ആൻഡ് പിരിമിഡിന്റെ താഴെ എന്തൊക്കെ വരും? സൈറ്റോസിൻ, യുറാസിൽ ആൻഡ് തൈമിൻ. ഇത് അടുത്ത അറിഞ്ഞിരിക്കേണ്ട ബേസിക് സാധനം, നൈട്രജീനസ് ബേസസിന്റെ ക്ലാസിഫിക്കേഷൻ. ആൻഡ് DNA-യിലും RNA-യിലും വേരി ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? നമുക്കറിയാം എന്ത്? DNA-യിലും RNA-യിലും സൈറ്റോസിൻ കോമൺ ആണ്. പക്ഷെ തൈമിൻ എന്ന് പറയുന്ന സാധനം ഏതിലേ ഉള്ളൂ? നമ്മുടെ DNA-യിൽ മാത്രമേ തൈമിൻ ഉള്ളൂ. അതും പറഞ്ഞിട്ട് തൈമിൻ ഇസ് പ്രസന്റ് ഇൻ DNA. ആൻഡ് ഈ തൈമിന്റെ സ്ഥാനത്ത് RNA-യിൽ എന്താണുള്ളതെന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റണം? യുറാസിലാണ് ഇൻ RNA. പക്ഷെ DNA-യിലുള്ളത് തൈമിനുമായി. ഇനി യുറാസിൽ എന്താണ്? നൈട്രജീനസ് ബേസ്. നമ്മൾ ഓൾറെഡി ഷുഗർ ഡിസ്കസ് ചെയ്തു, റൈബോസും ഡിയോക്സി റൈബോസും ആയിരുന്നു. ഇനിയിപ്പോൾ നൈട്രജീനസ് ബേസ് ഡിസ്കസ് ചെയ്തപ്പോൾ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് കോമൺ ആണ്. പക്ഷെ തൈമിൻ DNA-യിൽ മാത്രമേ കാണുള്ളൂ. ആൻഡ് തൈമിന്റെ സ്ഥാനത്ത് RNA-യിൽ യുറാസിൽ മാത്രമേ കാണുള്ളൂ. ആൻഡ് നമ്മുടെ ബേസ് ഇസ് ലിങ്ക് ടു ദി ഷുഗർ. നമുക്കറിയാം ഷുഗറിനോട് ലിങ്ക് ചെയ്തിട്ടാണ് ഈ ബേസ് ഉള്ളത്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉള്ളത്. പക്ഷെ അടുത്ത ഡിഫറൻസ് എന്താന്ന് വെച്ചാല് നമ്മുടെ നൈട്രജീനസ് ബേസ് ഷുഗറിനോട് ലിങ്ക് ചെയ്യുന്നത് 1C കാർബണിലേക്ക് കൂടിയാണ് ലിങ്ക് ചെയ്യുന്നത്. 1C കാർബണിൽ ഉള്ള OH ഗ്രൂപ്പിലേക്ക് കൂടിയാണ് ഏത് ലിങ്ക് ചെയ്യുന്നത്? നമ്മുടെ നൈട്രജീനസ് ബേസ് ലിങ്ക് ചെയ്യുന്നത്. ആ ബോണ്ടിന്റെ പേര് ചോദിച്ചാൽ എന്ത് പറയും? N-glycosidic linkage. Through the N-glycosidic linkage നമ്മുടെ പെന്റോ ഷുഗറിലെ 1C കാർബണിലുള്ള OH ഗ്രൂപ്പിലാണ് നൈട്രജീനസ് ബേസ് ലിങ്ക് ചെയ്യുന്നത്. ഏത് ബോണ്ട് വഴി? N-glycosidic linkage വഴി. ആൻഡ് ഇപ്പൊ എന്ത് ഫോം ആയി? ന്യൂക്ലിയോസൈഡ് ഫോം ചെയ്തു. ഇനി അതിനെ ന്യൂക്ലിയോടൈഡ് ആക്കണമെങ്കിൽ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി ആഡഡ് ആവണം. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഷുഗറിന്റെ എങ്ങോട്ടേക്കാണ്? OH ഓഫ് ദി 5' കാർബൺ. 1' കാർബണിലെ OH-നോട് ഷുഗറും 5' കാർബണിലെ OH-നോട് ആരും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ലിങ്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കറസ്പോണ്ടിങ് ന്യൂക്ലിയോടൈഡ് കിട്ടുന്നത്. ഇനി ഈ ഫോസ്ഫേറ്റും ഷുഗറും തമ്മിലുള്ള കണക്ഷനെ, ആ ലിങ്കേജിനെ നമ്മൾ എന്ത് വിളിച്ചു? ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ്. ഇപ്പൊ നമ്മൾ 2 ലിങ്കേജസ് പഠിച്ചു. ഇത് പെന്റോ ഷുഗർ എന്ന് എടുക്കാം. ഈ പെന്റോ ഷുഗറിന്റെ 1 കാർബണില് ഒരു OH ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ OH ഗ്രൂപ്പിന്റെ അങ്ങോട്ട് ആര് ജോയിൻ ചെയ്തു? നമ്മുടെ നൈട്രജീനസ് ബേസ് ജോയിൻ ചെയ്തു വിത്ത് ഹെൽപ്പ് ഓഫ് N-glycosidic linkage. ഇനി നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് 5' കാർബണിലെ OH-നോട് ലിങ്ക് ചെയ്തു വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിച്ച് ബോണ്ട്? ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ്. ഇപ്പൊ നമുക്ക് ഹോൾ എടുത്തു നോക്കിയാൽ എന്ത് കിട്ടി? ഒരു ന്യൂക്ലിയോടൈഡ് കിട്ടി. ഇനി ഈ ഒരു ന്യൂക്ലിയോടൈഡ് പോളി ന്യൂക്ലിയോടൈഡ് ആണ് നമ്മുടെ RNA അല്ലെങ്കിൽ DNA. ഈ ഒരു ന്യൂക്ലിയോടൈഡ് എന്ത് ചെയ്യും? മറ്റുള്ള നെക്സ്റ്റ് ന്യൂക്ലിയോടൈഡ്സിനോട് ജോയിൻ ചെയ്ത് ഒരു ചെയിൻ പോലെ ഫോം ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഫൈനലി RNA ഉണ്ടാവുന്നത്. പക്ഷെ ഈ ഒരു ന്യൂക്ലിയോടൈഡ് അടുത്ത ന്യൂക്ലിയോടൈഡിനോട് ജോയിൻ ചെയ്യുന്ന ബോണ്ട് ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയും?
ആ ബോണ്ടാണ് 3-5- ഫോസ്ഫോഡൈഎസ്റ്റർ ലിങ്കേജ്. രണ്ട് ന്യൂക്ലിയോടൈഡ്സിനെ ജോയിൻ ചെയ്യുന്ന ലിങ്കേജ് 3-5- ഫോസ്ഫോഡൈഎസ്റ്റർ ലിങ്കേജ്. അങ്ങനെ നമുക്കൊരു ഡൈ ന്യൂക്ലിയോടൈഡ് കിട്ടി. ഇനി ഈ ന്യൂക്ലിയോടൈഡ് അടുത്ത ന്യൂക്ലിയോടൈഡിനോട് സെയിം രീതിയിൽ 3-5- ഫോസ്ഫോഡൈഎസ്റ്റർ ലിങ്കേജ് വഴി ചെയ്ത് പോളി ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്തു. ഇനി അങ്ങനെ നമുക്കൊരു പോളിമറിനെ കിട്ടി. ഈ പോളിമറിനെ കിട്ടുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടായിരുന്നു, അത് ഡൈ ന്യൂക്ലിയോടൈഡായി. പിന്നെ അടുത്ത ന്യൂക്ലിയോടൈഡിനോട് ജോയിൻ ചെയ്ത് ഇവിടെ അതിന്റെ എൻഡ് എത്തിന്ന് വിചാരിച്ചോ. ഇനി ആ എൻഡ് എത്തുമ്പോൾ അടുത്ത പറയുന്നത് ഈ പോളിമറിന് എന്തുണ്ട്, ഒരു എൻഡില് ഒരു ഫ്രീ ഫോസ്ഫേറ്റ് മൊയിറ്റി ഉണ്ട്. കാരണം എന്താ, നമുക്കറിയാം 3-5- ഫോസ്ഫോഡൈഎസ്റ്റർ ലിങ്കേജ് വഴിയാണ് ഈ മിഡിൽ സാധനം ജോയിൻ ചെയ്തത്. അപ്പൊ ഇവിടെ എന്തായാലും ഒരു ഫോസ്ഫേറ്റ് ഫ്രീ ആണല്ലോ 5- എൻഡ് ഓഫ് ഷുഗറിൽ. ആ എൻഡിന് നമ്മൾ 5- എൻഡ് എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? 5- എൻഡ്. എവിടെ? ഫോസ്ഫേറ്റ് ഫ്രീ എൻഡിൽ ഹാങ് ചെയ്ത് കിടക്കുന്ന എൻഡ് 5- എൻഡും. ആൻഡ് അറ്റ് ദി അതർ എൻഡ് നമുക്കറിയാം ഈ ഷുഗറിന് ഒരു ഫ്രീ OH ഉണ്ട് അറ്റ് ദി 3- കാർബണിൽ. അതായത് 3- എൻഡിൽ ഒരു ഫ്രീ OH ഉണ്ട്. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? 3- എൻഡ് ഓഫ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു ഹോൾ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ട്. ആൻഡ് ഇൻ ദിസ് ചെയിൻ ബാക്കി പോളിമറൈസ് ചെയ്ത് കഴിഞ്ഞൊരു 5- എൻഡും ഒരു 3- എൻഡും കിട്ടി. ഇനി നമുക്കറിയാം, അറിയാവുന്നതാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. പോളിന്യൂക്ലിയോടൈഡ് ചെയിനിന്റെ ബാക്ക് ബോൺ ആരാണ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയണം? നമ്മുടെ പോളിന്യൂക്ലിയോടൈഡിന്റെ ബാക്ക് ബോൺ ഫോം ചെയ്യുന്നത് ഷുഗറും ഫോസ്ഫേറ്റ്സും ആണ്. ഇനി നൈട്രോജനസ് ബേസസ്, ഈ നൈട്രോജനസ് ബേസ് ഷുഗർ മൊയിറ്റിയിലും പ്രൊജക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ബാക്ക് ബോൺ ഓഫ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഇസ് ഫോംഡ് ബൈ ഓപ്ഷനിൽ ഷുഗർ ഓൺലി, ഫോസ്ഫേറ്റ് ഓൺലി, ഷുഗർ ഫോസ്ഫേറ്റ്സ് ആൻഡ് നൈട്രോജനസ് ബേസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഓപ്ഷൻ എടുക്കാവുള്ളൂ? ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്സ് മാത്രമേ എടുക്കാവുന്നുള്ളൂ. പക്ഷെ ഈ നൈട്രോജനസ് ബേസിസ് പിന്നെ എവിടെ പോയി എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? അവര് പ്രൊജക്ട് ഔട്ട് ചെയ്യും ഫ്രം ദി ബാക്ക് ബോൺ. നൈട്രോജനസ് ബേസിസ് പ്രൊജക്ട് ഔട്ട് ചെയ്യും ആൻഡ് ബാക്ക് ബോൺ ഇസ് ഫോംഡ് ബൈ ഏതൊക്കെ? നമ്മുടെ ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്സ്. ഇനി അടുത്ത പറയാനിത് RNA എക്സ്ക്ലൂസീവ്ലി എടുത്തു നോക്കുമ്പോൾ RNA ഈച്ച് ന്യൂക്ലിയോടൈഡ് എടുത്ത് നോക്കിയാലും അവർക്കൊരു 2- പൊസിഷനിൽ, അതായത് നമ്മുടെ ഷുഗർ ഏതാ RNA? റൈബോസിന്റെ 2- പൊസിഷൻ എടുത്ത് നോക്കിയാൽ 2- കാർബണിൽ എടുത്ത് നോക്കിയാൽ അവർക്കൊരു അഡീഷണൽ OH ഗ്രൂപ്പ് കാണാൻ പറ്റും. ആ OH ഗ്രൂപ്പ് എന്താണ്? അടുത്ത DNA-യും RNA-യും തമ്മിലൊരു മേജർ ഡിഫറൻസ് ആണ്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇതേതാ? റൈബോസ്. പക്ഷെ DNA-യിൽ 2-deoxy റൈബോസ് ആണ്. അതെന്തുകൊണ്ടായിരിക്കും? ഈ 2- പൊസിഷനിൽ OH ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഡീഓക്സി റൈബോസ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ആൻഡ് ഓൾസോ ഇൻ RNA നമുക്കറിയാം തൈമിന്റെ സ്ഥലത്ത് ഏതാണ്? യുറാസിൽ ആണ് ഫോം ചെയ്യുന്നത്. ഇനി ഈ യുറാസിലും തൈമിനുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഈ യുറാസിലിന്റെ സ്ട്രക്ചറിൽ 5th കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് വന്നപ്പോഴാണ് അത് തൈമിനായത്. അപ്പൊ നമ്മൾ തൈമിനെ എന്തും കൂടി വിളിക്കും? 5-methyl യുറാസിൽ എന്നും കൂടി വിളിക്കും. ഇനി ഡിസ്കവറിനെ കുറിച്ചാണ് പറയുന്നത്. അതും ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ഉള്ള സ്ഥലത്ത് ഞാനൊരു Q എഴുതും ടു നോ ദാറ്റ് ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് പോലത്തെ. ആൻഡ് DNA ഒരു അസിഡിക് സബ്സ്റ്റൻസ് ആണ്. ആൻഡ് അതെവിടെയാണ്? ന്യൂക്ലിയസിലാണ് കാണുന്നത്. ആൻഡ് ഫസ്റ്റ് ഈ DNA ആരാണ് ഐഡന്റിഫൈ ചെയ്തത്? ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഫ്രൈഡ്രിച്ച് മീസ്റ്റർ ആണ് ഫസ്റ്റ് ആയിട്ടും ന്യൂക്ലിയസിനുള്ളിൽ DNA എന്ന് പറഞ്ഞ ഒരു അസിഡിക് സബ്സ്റ്റൻസ് ഉണ്ട് എന്ന് ഡിസ്കവർ ചെയ്തത് ഇൻ ദ ഇയർ 1869. ആൻഡ് അത് കണ്ടുപിടിച്ച് ഈ ഫ്രൈഡ്രിച്ച് മീസ്റ്റർ അതിന് പേരിട്ടു ന്യൂക്ലിൻ. പക്ഷെ ആ സമയത്ത് അതിനെ ഐസൊലേറ്റ് ചെയ്യാനുള്ള ടെക്നിക്കൽ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് സ്ട്രക്ചർ വൈസ് എങ്ങനെയാന്ന് അറിയില്ലായിരുന്നു. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഉണ്ട് വിച്ച് ഇസ് നെയിംഡ് ആസ് ന്യൂക്ലിൻ എന്ന് മാത്രമേ അറിയാവുള്ളൂ. അതിന് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. ആൻഡ്
ഒരു ലോങ് ടൈമിന് ശേഷം ഏതിന്റെ ഹെൽപ്പോടുകൂടി, ബേസ്ഡ് ഓൺ എക്സ്റേ ഡിഫ്രാക്ഷൻ ഡേറ്റ, എക്സ്റേ ഡിഫ്രാക്ഷൻ ഡേറ്റ വഴി 1953, ഈ ഇയർ എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്, പലതവണ ചോദിച്ചാണ്. ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്, വാട്സൺ ആൻഡ് ക്രിക്ക് എക്സ്റേ ഡിഫ്രാക്ഷൻ ഡേറ്റ, ഈ ഡേറ്റയുടെ റിസൾട്ട് വെച്ച് എന്തും കൂടി പ്രൊപ്പോസ് ചെയ്തു, ഒരു സിമ്പിൾ പക്ഷെ ഡബിൾ ഹെലിക്സ് മോഡൽ ഫോർ ദി സ്ട്രക്ചർ ഓഫ് DNA പറഞ്ഞു. ആൻഡ് ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ ഡേറ്റ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചാണ് ആരൊക്കെ, മോറിസ് വിൽക്കിൻസും റൊസാലിൻ ഫ്രാങ്ക്ലിനും. ഇനി ഇപ്പൊ നമ്മൾ എന്ത് പഠിച്ചു, 1953 ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് പ്രൊപ്പോസ്ഡ് ഡബിൾ ഹെലിക്സ് മോഡൽ ഫോർ ദി സ്ട്രക്ചർ ഓഫ് DNA. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നതാണ്. ഡബിൾ ഹെലിക്സ് മോഡൽ ആരാണ് പ്രൊപ്പോസ് ചെയ്തത്? ആൻഡ് ഈ പ്രൊപ്പോസിഷൻ എന്താണ് പറയുന്നത്, ഈ ഡബിൾ ഹെലിക്സ് മോഡൽ അത് എക്സാക്ട്ലി എന്താണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? പെയറിംഗ് ബിറ്റ്വീൻ ടു strands of polynucleotide chain. നമ്മൾ ഓൾറെഡി ഇപ്പൊ പഠിച്ചത് ഓരോ ന്യൂക്ലിയോടൈഡും ജോയിൻ ചെയ്തൊരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ടായി. പക്ഷെ അത് മാത്രമല്ല, ഇവർ ആക്ച്വലി പെയറിംഗ് നടക്കുന്നത്, ഇങ്ങനത്തെ 2 ന്യൂക്ലിയോടൈഡ് ചെയിൻ വന്ന് ഇങ്ങനെ പെയറിംഗ് കൂടി ഉണ്ടാക്കുന്നുണ്ട് എന്നൊരു ബേസിക് ഐഡിയ അവര് പ്രൊപ്പോസ് ചെയ്തു. ആൻഡ് ബേസ് പെയറിംഗ് ആയിരുന്നു അതിന്റെ ഹോൾമാർക്സ് ഓഫ് ദിസ് പ്രൊപ്പോസിഷൻ. പക്ഷെ അടുത്ത എന്ത് വന്നു, നമ്മുടെ എർവിൻ ചാർഗാഫ് എന്ത് പറഞ്ഞു, നമുക്ക് വ്യക്തമായ റേഷ്യോസ് ഐഡന്റിഫൈ ചെയ്തു. അതായത് ആഡിനിൻ ആൻഡ് തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. നമുക്കറിയാം ഈ 4 സാധനങ്ങളുമാണ് ബേസിക് സ്ട്രക്ചറിൽ ബോണ്ട് ഫോം ചെയ്യുന്നത്. എ വിത്ത് ടി ആൻഡ് ജി വിത്ത് സി. എയും ടീനെ നടുക്കൊരു ഡബിൾ ബോണ്ടും ജിയും സിനെ നടുക്കൊരു ട്രിപ്പിൾ ബോണ്ടും. ഇങ്ങനെയാണ് ഇത് കുറച്ചും കൂടി കഴിയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷെ ഇങ്ങനെയാണ് ബേസിക് സ്ട്രക്ചർ ആയിട്ട്. ആരൊക്കെയാണ് പെയറിംഗ് നടക്കുന്നതെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് കണ്ടത്. എ ഉണ്ടാക്കുന്നത് ടിയു ആയിട്ടും ജി ഉണ്ടാക്കുന്നത് സിഒ ആയിട്ടും ആണ്. ഇനി ആൻഡ് ഈ റേഷ്യോ ഏതിന്റെ, അഡിനിനും തൈമിനും ഗ്വാനിനും സൈറ്റോസിനും വേറെ എടുത്തപ്പോ അവര് കോൺസ്റ്റന്റ് ആയിരുന്നു ആൻഡ് ഈക്വൽസ് ടു 1. അതായത് എന്താ, എത്ര എ ഉണ്ടോ അത്രയും ടി തന്നെ ഉണ്ട്. അതോ എന്നാലല്ലേ അവർ തമ്മിൽ പെയർ ഫോം ചെയ്ത് ദ ഹോൾ സ്ട്രക്ചർ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് എത്ര ജി ഉണ്ടോ അത്രയും സി ഉണ്ട്. അതിനർത്ഥം എന്താ, ഓരോ ജിക്കും ഓരോ സി ആവശ്യമാണ്. ആൻഡ് ഈ റേഷ്യോ കോൺസ്റ്റന്റ് ആണ് ആൻഡ് ഈക്വൽസ് ടു 1 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ആര് കണ്ടുപിടിച്ചു? ഒബ്സർവേഷൻ ബൈ എർവിൻ ചാർഗാഫ്. ഇതിന്റെ ഹെൽപ്പോടും കൂടിയാണ് നമ്മുടെ ബേസ് പെയറിംഗ് ആര് പ്രൂവ് ചെയ്തത്? വാട്സൺ ആൻഡ് ക്രിക്ക്. ഇനി ഈ ബേസ് പെയറിംഗിന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ്. ബേസ് പെയറിംഗ് എന്തിനു വേണ്ടിയുള്ളതാണ്, എങ്ങനെയുള്ളതാണ്? അപ്പോ അതെന്ത് പറഞ്ഞു? ദേ ആർ സെഡ് ടു ബി കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യും. ആൻഡ് അപ്പൊ എന്താ മനസ്സിലാവുക, ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിനിന്റെ നമുക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ബേസസ് അറിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം. നമ്മളിപ്പോ ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിനിന്റെ ബേസസിന്റെ ടി എ ജി സി എന്ന് കിട്ടിയെന്ന് വിചാരിച്ചോ. ഇനി ജസ്റ്റ് ഒരു ചെയിൻ അറിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ പെയർ അല്ലെങ്കിൽ അതിന്റെ അതർ സ്റ്റാൻഡിന്റെ സീക്വൻസ് ഓഫ് ബേസസ് പ്രിഡിക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ? കാരണം നമുക്കറിയാം എ ആരുമായിട്ടേ പറ്റുള്ളൂ, ടിയുമായിട്ടേ പറ്റുള്ളൂ, ആൻഡ് ടി ആരുമായിട്ടേ ഉള്ളൂ. അങ്ങനെ അതിന്റെ നമുക്ക് ഓപ്പോസിറ്റ് സാധനം അറിയുന്നതുകൊണ്ട്, കോംപ്ലിമെന്റ് അറിയുന്നതുകൊണ്ട് നമുക്കത് ഈസിലി സെക്കൻഡ് സ്റ്റാൻഡിന്റെയും പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. അതാണ് ബേസ് പെയറിംഗിന്റെ ഫസ്റ്റ് ഗുണം. ആൻഡ് അടുത്തതിൽ നമ്മൾ റെപ്ലിക്കേഷൻ പഠിക്കാൻ പോകും. ഒരു DNA അടുത്ത റെപ്ലിക്കേഷൻ അല്ല, ട്രാൻസ്ക്രിപ്ഷനിൽ ഒരു DNA അടുത്ത RNA ഉണ്ടാവണമെങ്കിൽ എന്താണ് അതിന്റെ ടെംപ്ലേറ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യാന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. എങ്ങനെ? ഇതേമാതിരി തന്നെ ഒരു ചെയിനിൽ നിന്നായിരിക്കുമല്ലോ അടുത്ത റെപ്ലിക്കേഷൻ നടക്കുന്നത്. അത് നമുക്ക് ആക്ച്വലി റെപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനിലും ഒക്കെ പഠിക്കാൻ പറ്റും. അപ്പൊ അത് എക്സ്പ്ലെയിൻ ഇപ്പൊ പറഞ്ഞാൽ വലിയ മനസ്സിലാവുന്നില്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഓഫ് DNA. എന്താണ് ഈ ഡബിൾ ഹെലിക്സ് പ്രൊപ്പോസിഷനിൽ ഉണ്ടായിരുന്നത്? എന്താണ് ആദ്യം പറഞ്ഞത്? 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിനിന്റെ ആവശ്യമുണ്ട്. ആൻഡ് ബാക്ക് ബോൺ എങ്ങനെയാണ്? ഷുഗറും ഫോസ്ഫേറ്റും വെച്ചാണ്. ആൻഡ് ദ ബേസസ്
പ്രൊജക്ട് ഇൻസൈഡ്. ഇനി രണ്ട് ചെയിൻസിനും ആന്റി പാരലൽ പൊളാരിറ്റി ആണ്. എന്ന് വെച്ചാൽ എന്താ, ഒരു ചെയിന്റെ പൊളാരിറ്റി 5-3 ആണെങ്കിൽ ഒരു ചെയിൻ 5 എന്തിന് 3 പോവാണെങ്കിൽ മറ്റേ ചെയിൻ എങ്ങനെയായിരിക്കും, പാരലൽ ആണ്, പക്ഷെ ആന്റി പാരലൽ, ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ പോവുമായിരിക്കും 3-5. അപ്പോ എന്ത് പഠിച്ചു, 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ്, അതിലെ ബാക്ക് ബോൺ ഏതാ, ബേസസ് എങ്ങോട്ടാ പ്രൊജക്ട് ചെയ്യുന്നത്, ആൻഡ് ചെയിൻസിന്റെ ആന്റി പാരലൽ പൊളാരിറ്റി പഠിച്ചു. ഇനി bases in 2 strands are paired through hydrogen bonds. രണ്ട് സ്റ്റാൻഡിന്റെയും ബേസസ് ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് ഫോം ചെയ്യുന്നത്, ആൻഡ് അവർ അങ്ങനെയാണ് പെയർ ചെയ്യുന്നത്. ആൻഡ് അഡനിൻ ഫോംസ് 2 hydrogen bonds with thymine from the opposite strand and vice versa. അതായത് അഡനിൻ 2 ഹൈഡ്രജൻ ബോണ്ട് വഴി തൈമിനുമായിട്ടും, ഗ്വാനിൻ is bonded with cytosine with 3 hydrogen bond. ഈ 3 നമ്പർ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിൽ നമുക്ക് വ്യക്തമായി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, നമുക്കറിയാം ഒരു പ്യൂരിൻ എപ്പോഴും ഓപ്പോസിറ്റ് ഏതിനെ വരുള്ളൂ, പിരമിഡിന്റെ ഓപ്പോസിറ്റേ വരുള്ളൂ. ദിസ് ജനറേറ്റ്സ് എന്ത്, യൂണിഫോം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 strands ഓഫ് ദി ഹെലിക്സ്. സ്ട്രക്ചർ വൈസ് എടുത്ത് നോക്കിയാൽ നമുക്ക് പ്യൂരിൻ കുറച്ച് ചെറുതും പിരമിഡിൻ കുറച്ച് വലിയ സ്ട്രക്ചേഴ്സും ഉള്ളതാണ്. ആൻഡ് ഈ സ്ട്രക്ചറൽ ഡിഫറൻസ് വഴിയാണ് നമ്മൾ നൈട്രജനസ് ബേസിനെ പ്യൂരിനും പിരമിഡിനുമായിട്ട് ഡിവൈഡ് ചെയ്തത്. അപ്പൊ ഈ പ്യൂരിൻ ഓപ്പോസിറ്റ് ഏതിന്റെ വരുള്ളൂ, പിരമിഡിന്റെ വരുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്കൊരു യൂണിഫോം ഡിസ്റ്റൻസ് ഉണ്ടാക്കാൻ പറ്റും ബിറ്റ്വീൻ ദ 2 strands ഓഫ് ഹെലിക്സ്. ഇനി അവരുടെ ചെയിൻസിന്റെ കോയിലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് പറഞ്ഞു, അതൊരു റൈറ്റ് ഹാൻഡഡ് ഫാഷനിലാണ് കോയിൻ ചെയ്തത്. ആൻഡ് കോയിൻ ചെയ്ത ഫാഷൻ പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് പറഞ്ഞ എന്താ, പിച്ച് ഓഫ് ദ ഹെലിക്സ് എത്രയാന്ന് പറഞ്ഞു, 3.4 നാനോമീറ്റർ. ഈ നാനോമീറ്റർ ചില സമയം ആംസ്ട്രോങ് ആയി ചോദിക്കാറുണ്ട്, അപ്പൊ അതിനനുസരിച്ച് കൺവേർട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ പിച്ച് ഓഫ് ദ ഹെലിക്സ് എത്രയാണ്, pitch equals 3.4 nanometer, and there are roughly 10 base pairs എവിടെ, in each turn. ഓരോ കോയിലും എങ്ങനെയാണ്, റൈറ്റ് ഹാൻഡഡ് ആയിട്ടാണ് കോയിൽ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈച്ച് കോയില് അല്ലെങ്കിൽ ഈച്ച് ടേണില് 10 ബേസ് പേസ് ആണ് കാണാൻ പറ്റുക. ആൻഡ് കോൺസിക്വന്റ്ലി പിച്ച് എത്രയെന്ന് പറഞ്ഞു, പിച്ച് ഈക്വൽസ് 3.4 നാനോമീറ്റർ. ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ബേസ് പെയർ ഇൻ എ ഹെലിക്സ് എത്രയാന്ന് കണ്ടു, 0.34 നാനോമീറ്റർ. ഇത് വരക്കുമ്പോൾ കുറച്ചും കൂടി ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ, ഇതാണ് ഒരു കോയിൽ എന്ന് പറഞ്ഞാൽ എടുക്കാൻ വിചാരിക്കും. പിച്ച് എന്താ നമ്മൾ കണ്ടത്, 3.4 നാനോമീറ്റർ. അതായത് ഈ സ്റ്റാർട്ടിങ് തൊട്ട് ഈ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 3.4 നാനോമീറ്റർ. ആ യൂണിറ്റ് തെറ്റിപ്പോരുത്, നാനോമീറ്റർ 3.4. ഇനി ഒരു കോയിലിന് ഈച്ച് ടേണിൽ എത്ര ബേസ് പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ 10 എണ്ണം. 1 2 3 4 5 6 7 8 9 10 10 എണ്ണമായി. ഇനി അപ്പൊ നമുക്ക് ഈച്ച് ബേസ് പെയർ തമ്മിൽ ഡിഫറൻസ് കണ്ടുപിടിച്ചൂടെ, എത്രയായിരിക്കും, ഇത്രയും 3.4 ഡിവൈഡഡ് ബൈ 10 ആയിരിക്കും ഈച്ച് ബേസ് പെയർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അത് എത്ര, 0.34 നാനോമീറ്റർ. ഇനി അടുത്ത പോയിന്റ്, ദ പ്ലെയിൻ ഓഫ് വൺ ബേസ് പെയർ സ്റ്റാക്സ് ഓവർ ദി അതർ ഇൻ ഡബിൾ ഹെലിക്സ്. അതായത് ഒരു ബേസ് പെയറിന്റെ പ്ലെയിൻ എങ്ങനെയായിരിക്കും, അടുത്ത ഡബിൾ ഹെലിക്സിലെ അടുത്ത ബേസ് പെയറിന്റെ പ്ലെയിനുമായിട്ട് സ്റ്റാക്ക് ചെയ്തായിരിക്കും. അപ്പോ ഈ സ്റ്റാക്കിങ്ങിന് എന്താണ് ഗുണം ഉള്ളത്, ഇൻ അഡീഷൻ ടു ഈ ഹൈഡ്രജൻ ബോൺസ് കൂടാണ്ട് ഈ സ്റ്റാക്കിംഗ് ഉള്ളതുകൊണ്ട് ഹൈലി സ്റ്റേബിൾ ആയിരിക്കും ഈ ഹെലിക്കൽ സ്ട്രക്ചർ. ഇതാണ് 5 points which comes under ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിന്റെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സാലിയന്റ് ഫീച്ചേഴ്സ്. ഇതിലെ 5 പോയിന്റ്സ് പറഞ്ഞിരുന്നു. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ഓഡ് വൺ ഔട്ട്, അല്ലെങ്കിൽ നോട്ട് എ സാലിയന്റ് ഫീച്ചർ, അല്ലെങ്കിൽ ഫൈൻഡ് എ മിസ്റ്റേക്ക് ഇൻ വൺ ഈച്ച് പോയിന്റ് എന്ന് വെച്ചാൽ അറിഞ്ഞിരിക്കുക എങ്ങനെയാണ്, എത്ര ബോണ്ടാണുള്ളത്, എത്രയാണ് ഇതിന്റെ പിച്ച് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബേസ് പെയർസ് എന്ന് അറിഞ്ഞിരിക്കുക. DNA ഡബിൾ ഹെലിക്സിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അഡനിൻ ആൻഡ് തൈമിൻ 2 ഹൈഡ്രജൻ ബോണ്ടും, G and C ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ 3 ഹൈഡ്രജൻ ബോണ്ടുമായിട്ടാണ് ഫോം ചെയ്യുന്നത്. കമ്പയർ ദ സ്ട്രക്ചർ ഓഫ് പ്യൂരിൻ ആൻഡ് പിരമിഡിൻ. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിരമിഡിൻ കുറച്ച് വലുതാണ് സ്ട്രക്ചറിൽ, പ്യൂരിൻ കുറച്ച് ചെറുതാണ്.
അങ്ങനെ ആവുമ്പോഴാണ് എങ്ങനെ ഒരു വലിയ സ്ട്രക്ചർ വിച്ച് കംസ് ഓപ്പോസിറ്റ് ചെറിയ സ്ട്രക്ചർ. ഇനി ഒരേ സൈഡിൽ എപ്പോഴും പിരമിഡിനും മറ്റേ സൈഡിൽ എപ്പോഴും പ്യൂരിനും ആയാലും നോൺ യൂണിഫോം ആയി പോകില്ലേ? അപ്പൊ ഈ നോൺ യൂണിഫോം ആവാണ്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഒരു വലിയ സ്ട്രക്ചർ, ഒരു ചെറിയ സ്ട്രക്ചർ. ഇനി ഇപ്പുറത്തൊരു വലിയ സ്ട്രക്ചർ എടുത്താൽ ഇവിടെ ഒരു ചെറിയ സ്ട്രക്ചർ എടുത്താൽ ഇതിപ്പോ യൂണിഫോം ആയില്ലേ? ഇതുകൊണ്ടാണ് ഒരു പ്യൂരിൻ ഇസ് ഓൾവേസ് കമ്മിങ് ഓപ്പോസിറ്റ് ടു പിരമിഡിൻ. ഇനി സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ തിയറി. സെൻട്രൽ ഡോഗ്മ ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. എങ്ങനെ? ആ സെൻട്രൽ ഡോഗ്മ പറയുന്നത് DNA റെപ്ലിക്കേറ്റ് ചെയ്ത് എന്തെന്നെ ആവുള്ളൂ? DNA ആവുള്ളൂ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ട്? നമുക്കറിയാം എന്താണ് ഉണ്ടാക്കേണ്ടത്? DNA. അപ്പൊ എന്തുണ്ടാക്കാൻ? അപ്പൊ എൻസൈമിന് എന്ത് പേരിട്ടു? DNA പോളിമറൈസ്. എന്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്? DNA തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ എൻസൈമിന് DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ്, DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ് എന്ന് വിളിച്ചു. ആൻഡ് DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ് വെച്ച് DNA റെപ്ലിക്കേഷൻ നടത്തും. ഇങ്ങനെ. ഇനി DNAക്ക് എന്താ ഫംഗ്ഷൻ? അടുത്ത RNA ഉണ്ടാക്കുക. RNA കുറച്ചും കൂടി സ്പെസിഫിക്കലി mRNA. ആ ഉണ്ടാക്കുന്ന പ്രോസസ്സിന് എന്ത് വിളിച്ചു? ട്രാൻസ്ക്രിപ്ഷൻ. ആൻഡ് ഇതിന്റെ എൻസൈം എങ്ങനെ എഴുതും? DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. അങ്ങനെ mRNA ആയി. ഇനി mRNA കഴിഞ്ഞ് പ്രോട്ടീൻ ഉണ്ടാക്കണം. അപ്പോ ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിച്ചു? പ്രോട്ടീൻ സിന്തസിസിനെ നമ്മൾ വിളിച്ചു ട്രാൻസ്ലേഷൻ. ഇനി ഇതിന്റെ എൻസൈംസ് എന്താണ്? അത് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ട്രാൻസ്ലേഷനിൽ പഠിക്കും. ഇനി ഈ സെൻട്രൽ ഡോഗ്മ പ്രൊപ്പോസ് ചെയ്തത് ആരാന്ന് വെച്ചാൽ എന്തേ പറയാൻ പാടുള്ളൂ? C ഫോർ സെൻട്രൽ ഡോഗ്മ, ഫ്രാൻസിസ് ക്രിക്ക്. വാട്സൺ ഇതിൽ പ്രൊപ്പോസ് ചെയ്തതിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ വാട്സൺ ആൻഡ് ക്രിക്ക് പ്രൊപ്പോസ്ഡ് സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞാൽ അത് തെറ്റാവും. ആൻഡ് എന്താണ് അത് സ്റ്റേറ്റ് ചെയ്യുന്നത്? The genetic information flows from DNA to RNA to protein. Packaging of DNA helix ആണ് അടുത്ത ടോപ്പിക്. എങ്ങനെ? പാക്കേജിംഗിൽ ആദ്യം പറയേണ്ടത് നമുക്കറിയാം 2 കോൺസിക്യൂട്ടീവ് ബേസ് പെയർ നമ്മുടെ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. പിച്ച് ഓൾറെഡി എത്രയായിരുന്നു? നമ്മുടെ 3.4 നാനോമീറ്റർ ആയിരുന്നു. ഇതിനിടക്ക് 10 നമ്പേഴ്സ് ഉണ്ടെന്നും അറിയാം, 10 ബേസ് പേഴ്സ്. അപ്പൊ ഓരോന്നിന്റെ തമ്മിൽ കോൺസിക്യൂട്ടീവ് ബേസ് പേഴ്സ് തമ്മിൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 0.34 നാനോമീറ്റർ. അതാണ് ഇതിൽ ആദ്യം പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈച്ച് ബേസ് പെയർ. ഇനി നമ്മള് DNA ലെങ്ത് കണ്ടുപിടിക്കാണ്. ഏതില്? ഒരു ടിപ്പിക്കൽ മമ്മേലിയൻ സെല്ലില്. എങ്ങനെ? നമുക്കറിയാം ടോട്ടൽ ബേസ് പേഴ്സ് എത്രയാ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വിത്ത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ബേസ് പേഴ്സ് നമുക്ക് ഓൾറെഡി അറിയാം. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പേഴ്സും നമുക്ക് ഓൾറെഡി അറിയാം. ആൻഡ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അപ്രോക്സിമേറ്റ് ലെങ്ത് ഓഫ് DNA ഇൻ എ ടിപ്പിക്കൽ മമ്മേലിയൻ സെൽ. അത് എത്രയായി? നമ്മൾ ഓൾറെഡി ഹാപ്ലോയിഡ് കണ്ടന്റ് ഇൻ ഹ്യൂമൻ എത്രയാണെന്ന് പഠിച്ചിരുന്നു? 3.3 × 10⁹ പഠിച്ചിരുന്നു. അപ്പൊ ടോട്ടൽ ഡിപ്ലോയിഡ് കണ്ടന്റ് എത്രയാണ്? 6.6 × 10⁹ ബേസ് പേഴ്സ്. അത് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബേസ് പേഴ്സ്, അതായത് 0.34 × 10⁻⁹ മീറ്റർ. അത് എത്ര തന്നെയാണ്? 0.34 നാനോമീറ്റർ. കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? അറൌണ്ട് 2.2 മീറ്റേഴ്സ്. അപ്പൊ ഇത്രയും ലെങ്ത് ഉള്ള പോളിമർ ആണ് നമ്മുടെ ഓരോ സെല്ലിലും ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എങ്ങനെ മാക്സിമം കൺസ്ട്രക്റ്റഡ് ആയിട്ട് പാക്കേജ് ചെയ്ത് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി നോക്കാണ്ട് എങ്ങനെയാണ് ഈ പാക്കേജിങ് നടക്കുന്നതെന്നാണ് നോക്കേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇഫ് ദ ലെങ്ത് ഓഫ് ഈക്വലൈ DNA ടോട്ടൽ ലെങ്ത് എത്ര വന്നിട്ടുണ്ട്? 1.36 mm. Can you calculate the number of base pairs in ഈക്വലൈ? നമുക്കറിയാം നമ്പർ ഓഫ് ബേസ് പേഴ്സ് അറിഞ്ഞ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബേസ് പേഴ്സ് എത്രയാണെന്ന് അറിയണം. അത് നമുക്ക് ഓൾറെഡി അറിയാം. 0.34. ഈ ഡിസ്റ്റൻസ് 0.34 × 10⁻⁹ മീറ്റർ. ഇത്രയാണ് എത്രയെന്ന് കൊടുത്തത്? 1.36 മില്ലിമീറ്ററിന് കൊടുത്തത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് ബേസ് പേഴ്സ് ഈസിലി കാൽക്കുലേറ്റ് ചെയ്തൂടെ? അത് എത്ര കിട്ടും? 1.36 × 10⁻⁻3 / 0.34 × 10⁻⁹.
ഈ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഫൈനൽ നമ്പർ ഓഫ് ബേസ് പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചോളൂ. ഇനി പ്രോകെരിയോട്സിൽ സച്ചസ് ഈക്കോളൈ, നമുക്കറിയാം ഈക്കോളൈ ബാക്ടീരിയ ആണ്, അതൊരു പ്രോകെരിയോട്ട് ആണ് ആൻഡ് അവർക്ക് ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല. പ്രോകെരിയോട്സിന് എങ്ങനെ ന്യൂക്ലിയർ മെംബ്രെയിനോ അങ്ങനെയൊന്നും ഇല്ല നമുക്കറിയാം. ആൻഡ് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു DNA എന്താണ്, ആസിഡിക് ആണ്. ആസിഡിക് ആണ് എങ്ങനെയാ മനസ്സിലാവുന്നത്? നെഗറ്റീവ് ചാർജ് ആണ്. ആൻഡ് ഈ DNA ബീങ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് നമുക്കറിയാം ഈ DNAക്ക് സ്റ്റെബിലിറ്റി കൊടുക്കാൻ എന്തെങ്കിലും വേണം. ഇനി അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ചില പ്രോട്ടീൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഏതില്? സ്ട്രക്ചറിൽ നമുക്ക്. ആൻഡ് ഈ പ്രോട്ടീൻസ് എങ്ങനെയാന്ന് കണ്ടുപിടിച്ചു? പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടീൻ ആണ് കണ്ടുപിടിച്ചു. ആൻഡ് DNA സ്കാറ്റേർഡ് അല്ല ത്രൂ ഔട്ട് ദി സെൽ, അവര് എക്സ്ട്രീംലി കൺസ്ട്രക്റ്റഡ് ആയിട്ട് അവര് ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ് വിത്തിൻ ദ ന്യൂക്ലിയസ്. ആൻഡ് ഈ DNA is held with the help of some proteins. ആൻഡ് അങ്ങനെ ഹെൽഡ് ആയിട്ടുള്ള റീജിയനെ നമ്മൾ എന്ത് വിളിച്ചു? ന്യൂക്ലിയോയിഡ് എന്ന് വിളിച്ചു. ആൻഡ് ഈ ന്യൂക്ലിയോയിഡും ന്യൂക്ലിയൻ, ഫ്രൈഡ്രിച്ച് മീഷർ കണ്ടുപിടിച്ച ന്യൂക്ലിയനും കൺഫ്യൂസ് ചെയ്യരുത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ആൻഡ് ഈ DNA in a nucleoid is organized in large loops held by proteins. ആൻഡ് ഇതില് കീ പോയിന്റ് DNA നെഗറ്റീവ്ലി ചാർജും ഈ ഹോൾഡ് ചെയ്തിരിക്കുന്ന പ്രോട്ടീൻ പോസിറ്റീവ്ലി ചാർജും ആണ്. ഇനി ഇത് ഏതിലാണ്? നമ്മുടെ പ്രോകെരിയോട്സിന്റെ കേസിലാണ് ന്യൂക്ലിയോയിഡ് കണ്ടത്. ഇനി യൂകെരിയോട്ടിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഓർഗനൈസേഷൻ കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. ചില പോസിറ്റീവ്ലി ചാർജ്ഡ് ബേസിക് ആയിട്ടുള്ള പ്രോട്ടീൻ കോൾഡ് ഹിസ്റ്റോൺ ആണ് നമ്മുടെ നെഗറ്റീവ്ലി ചാർജ്ഡ് അസിഡിക് പ്രോട്ടീൻ ആയ ഏതിനെ? DNA ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഒരു പ്രോട്ടീന് എപ്പോഴാണ് ചാർജ് കിട്ടാന്ന് ഞാൻ ബയോമോളിക്യൂൾസിൽ ഓൾറെഡി പറഞ്ഞിരുന്നു. എങ്ങനെയാണ്? അതിലെ എത്ര അമിനോ ആസിഡ് റെസിഡ്യൂസ് ഉണ്ട് ആൻഡ് അതിൽ എത്ര എണ്ണാണ് ആസിഡിക്, അതിനനുസരിച്ചാണ് അതിന്റെ പ്രോട്ടീന്റെ ചാർജ് നിശ്ചയിക്കപ്പെടുന്നത്. ആൻഡ് ഈ ഹിസ്റ്റോൺസ് എങ്ങനെയാ? ഹിസ്റ്റോൺ ബേസിക് അമിനോ ആസിഡ്സിൽ റിച്ച് ആണ്, ലൈക്ക് ലൈസീൻ ആൻഡ് ആർജിനിൻ. ഈ ഹിസ്റ്റോണിൽ റിച്ച് ആയിട്ടുള്ള ബേസിക് അമിനോ ആസിഡ് ഏതാണെന്ന് പലതാണ് ചോദിച്ചിട്ടുണ്ട് MCQല്. അതേതാണ്? ലൈസീനും ആർജിനും. അപ്പോ ഹിസ്റ്റോൺസ് എങ്ങനെയായി? പോസിറ്റീവ്ലി ചാർജ്ഡ് ബേസിക് പ്രോട്ടീൻസ് ആയി. ആൻഡ് ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് അമിനോ ആസിഡുമായിട്ട് റിച്ച് ആയിട്ടുള്ള ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീൻ എന്താണ്? നമ്മുടെ DNA വിച്ച് ഇസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള DNA ഹോൾഡ് ചെയ്ത് വെക്കും. ആൻഡ് ഈ ഹിസ്റ്റോൺസ് അഗെയിൻ ഓർഗനൈസ് ചെയ്യാണ് എന്തായിട്ട്? ടു ഫോം എ യൂണിറ്റ് ഓഫ് 8 molecules. അതിന് നമ്മൾ എന്ത് വിളിച്ചു? നമുക്കറിയാം 8 സൈഡഡ് പോളിഗൺ നമ്മൾ ഒക്ടഗൺ എന്ന് വിളിക്കുക. അപ്പോ ഈ 8 മോളിക്യൂൾസിനെ നമ്മൾ എന്ത് വിളിച്ചു? ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിച്ചു. ആൻഡ് ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് DNA is wrapped around the positively charged histone octamer to form a structure called nucleosome. ഈ ന്യൂക്ലിയോസോം എങ്ങനെയാണ്? ഒരു ടിപ്പിക്കൽ ന്യൂക്ലിയോസോമില് അറൌണ്ട് 200 ബേസ് പെയർസ് ഓഫ് DNA ഹെലിക്സ് ഉണ്ട്. ആൻഡ് ഈ ന്യൂക്ലിയോസോംസ് എന്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും? റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ സ്ട്രക്ചർ ഇൻ ന്യൂക്ലിയസ് കോൾഡ് ക്രോമാറ്റിൻ. അതായത് നമ്മുടെ ക്രോമാറ്റിൻ വിച്ച് ഇസ് എ ത്രെഡ് ലൈക്ക് സ്റ്റെയിൻഡ് ബോഡീസ്. അതുകൊണ്ടാണ് അതിന് ക്രോമ എന്ന് വെച്ചാൽ കളർ. ക്രോമാറ്റിൻ വിച്ച് ഇസ് ത്രെഡ് ലൈക്ഡ് എന്ത് വിളിച്ചു? ന്യൂക്ലിയസില് എടുത്ത് നോക്കിയാൽ അതില് വീണ്ടും എന്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻസ് കാണാൻ പറ്റും? ന്യൂക്ലിയോസോംസിന്റെ റിപ്പീറ്റഡ്ലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആണെന്ന് കാണാൻ പറ്റും. ആൻഡ് ഈ ന്യൂക്ലിയോസോംസ് ഇൻ ക്രോമാറ്റിൻ എങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്? ബീഡ്സ് ഓൺ സ്ട്രിങ് സ്ട്രക്ചർ വെൻ വ്യൂഡ് അണ്ടർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അതോടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഒരു സ്ട്രിങ്ങും അതിൽ കുറെ ബീഡഡ് ആയിട്ടുള്ള സ്ട്രക്ചർ. ഇതിന് നമ്മൾ ബീഡ്സ് ഓൺ സ്ട്രിങ് അപ്പിയറൻസ്. ഈ ബീഡ്സ് ഓൺ സ്ട്രിങ് അപ്പിയറൻസ് എന്തിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്? ന്യൂക്ലിയോസോംസ് ഇൻ ക്രോമാറ്റിൻ അണ്ടർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി ന്യൂക്ലിയോസോം നമ്മൾ പറഞ്ഞു പ്രോകെരിയോട്ടിൽ ന്യൂക്ലിയോയിഡ് ആണെങ്കിൽ യൂകെരിയോട്ടിൽ ന്യൂക്ലിയോസോംസ് ആണ് ഉള്ളത്. ആൻഡ് ന്യൂക്ലിയോസോംസ് എന്താ? 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് അറൌണ്ട് നമ്മുടെ നെഗറ്റീവ്ലി ചാർജ്ഡ് DNA. ഇതിന് ഈ ഡയഗ്രാം തന്ന്
ഈ സ്ട്രക്ചർ ലേബിൾ ചെയ്യാൻ വന്നാൽ H1 ഹിസ്റ്റോൺ ലേബിൾ ചെയ്യുക. ആൻഡ് ഹിസ്റ്റോൺ ഒക്ടാമർ എവിടെയാണ്? നമ്മുടെ ഡി എൻ എനെ ബൈൻഡ് ചെയ്ത് കാണപ്പെടും. അപ്പോ ന്യൂക്ലിയോസോംസ് കണ്ടു. ന്യൂക്ലിയോസോംസ് കൂടി എന്തുണ്ടാക്കും? ക്രോമാറ്റിൻ, അതായത് ആ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാക്കും. ആൻഡ് അവര് പിന്നെയും കോയിൽ ചെയ്ത് കണ്ടൻസ് ചെയ്ത് മെറ്റഫേസ് സ്റ്റേജിൽ നമുക്കറിയാം മോർഫോളജിക്കലി ഏറ്റവും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ് ഏത്? മെറ്റഫേസ് സ്റ്റേജിലെ നമ്മുടെ ക്രോമസോംസിനെ. അതെങ്ങനെ കാണാൻ പറ്റും? നമുക്ക് ക്രോമസോംസ് ആയിട്ട് തന്നെ എക്സാക്ട്ലി കാണാൻ പറ്റും. അപ്പൊ ക്രോമാറ്റിൻ ഫൈബേഴ്സ് ഫെർദർ കോയിൽ ചെയ്ത് കണ്ടൻസ് ചെയ്ത് അറ്റ് മെറ്റാഫേസ് എന്തുണ്ടാക്കും? ക്രോമോസോംസ് ഉണ്ടാക്കും. ഇനി ഈ ക്രോമാറ്റിൻ എഗെയിൻ നമുക്കറിയാം നമ്മൾ മാക്സിമം സ്പേസ് കൺസ്യൂം ചെയ്യാത്ത രീതിയിൽ പാക്കേജ് ചെയ്താലേ എന്താ പറ്റുള്ളൂ? നമ്മുടെ 2.2 meters അറൗണ്ടുള്ള DNA ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഒരു ബോഡിയിൽ എത്രയോ സെൽസ് ഉണ്ട്, അത്രയും സെൽസിൽ അത്രയും ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ എത്രയും ചെറിയ സ്പേസിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പൊ ഇനിയും പാക്കേജിങ് ആവശ്യമാണ്. ഈ പാക്കേജിങ് ഓഫ് ക്രോമാറ്റിൻ അറ്റ് ഹയർ ലെവൽ നമുക്ക് കുറച്ച് അഡീഷണൽ സെറ്റ് ഓഫ് പ്രോട്ടീനും കൂടെ വേണ്ടി വന്നു. അതിനെയാണ് നമ്മൾ നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻ അല്ലെങ്കിൽ NHC എന്ന് വിളിക്കുന്നത്. ആൻഡ് അടുത്ത പോയിന്റ് പറയുന്നത് ഈ ന്യൂക്ലിയസിലെ ക്രോമാറ്റിൻ ചില സ്ഥലങ്ങളിൽ ലൂസ്ലി പാക്ക് ചെയ്തിരിക്കുന്നു ആൻഡ് ലൈറ്റ്ലി സ്റ്റെയിൻ ചെയ്തിരിക്കുന്നു. അപ്പോ അതിനെ നമ്മൾ എന്ത് വിളിച്ചു? യു ക്രോമാറ്റിൻ. ആൻഡ് പക്ഷെ ചില സ്ഥലത്ത് എങ്ങനെ ഡെൻസ്ലി പാക്ക് ചെയ്തു, അതായത് തൊട്ടടുത്തടുത്ത് ക്രൗഡഡ് ആയിട്ട് പാക്ക് ചെയ്ത് ഡെൻസ്ലി ക്രൗഡഡ് ആയിട്ട് പാക്ക് ചെയ്ത് ആൻഡ് ലൈറ്റ് അല്ല സ്റ്റെയിൻ ചെയ്യുന്നത്, അവരെങ്ങനെയാ? ഡാർക്ക്ലി സ്റ്റെയിൻഡ്. അതിന് നമ്മൾ എന്ത് വിളിച്ചു? ഹെറ്ററോ ക്രോമാറ്റിൻ. ഇതെന്താണ് ഇപ്പൊ പറയുന്നത്? ക്രോമാറ്റിന്റെ റീജിയണൽ വൈസുള്ള ഡിസ്ട്രിബ്യൂഷന്റെ വേരിയേഷൻ. ചില സ്ഥലത്ത് ടൈറ്റ്ലി പാക്ഡും ചില സ്ഥലത്ത് ലൂസ്ലി പാക്ഡും. ഇത് ലൂസ് ആണ്, ലൂസ്ലി പാക്ഡും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ലൂസ്ലി പാക്ക് ചെയ്തു, ലൂസ്ലിയും പാക്ക് ചെയ്തു, ഡെൻസ്ലിയും പാക്ക് ചെയ്തു. നമുക്ക് കുറച്ചും കൂടി അതിന്റെ സ്ട്രക്ചറിലെ ബേസ് പേസിന്റെ സ്ട്രക്ചറോ അതിൽ ട്രാൻസ്ക്രിപ്ഷനിൽ വേണ്ടിയിട്ടുള്ള അമിനോ ആസിഡ് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിലോ നമുക്ക് കുറച്ചും കൂടി ഈസിലി റീഡബിൾ ഏതായിരിക്കും? ഈ ലൂസ്ലി പാക്ഡ് ആയിരിക്കും, ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും? നമുക്കറിയാം കുറച്ച് ലൂസ് ആയിട്ട് പാക്ക് ചെയ്താലേ അതിന്റെ കണ്ടന്റ്സ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോ യൂക്രോമാറ്റിൻ ആണ് is said to be transcriptionally active chromatin. അതായത് ട്രാൻസ്ക്രിപ്ഷൻ അണ്ടർഗോ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വായിച്ചെടുക്കണം? ഇതിന്റെ ഓരോ mRNAയിലും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഇൻഫർമേഷൻ വായിച്ചെടുക്കണം. അതിന് നമുക്ക് ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള യൂക്രോമാറ്റിൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതേസമയം ഹെട്രോക്രോമാറ്റിൻ എങ്ങനെയാ? ടൈറ്റ്ലി പാക്ഡ് ആയതുകൊണ്ട് ഇൻആക്റ്റീവ് ആണ്, അവർക്ക് ട്രാൻസ്ക്രിപ്ഷൻ അണ്ടർഗോ ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ക്രിപ്ഷനിൽ ഇൻആക്റ്റീവ് ആയി. ഇനി ദ സെർച്ച് ഫോർ ജനറ്റിക് മെറ്റീരിയൽ. നമ്മൾ ജനറ്റിക് മെറ്റീരിയലിനെ ഏതാണ് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനത്തെ ജനറ്റിക് മെറ്റീരിയൽ ആണ് വേണ്ടതെന്ന് ഓരോ സയന്റിസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ തുടങ്ങി. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് ഓൾറെഡി അറിയാം, മീസ്റ്റർ ന്യൂക്ലിയൻ, അതായത് ജസ്റ്റ് ഒരു സ്ട്രക്ചർ ഉണ്ട് ന്യൂക്ലിയസിൽ, നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആണെന്ന് പറയപ്പെടുന്നത് കണ്ടുപിടിച്ച് വെച്ചിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് നമുക്കറിയാം ജനറ്റിക്സ് 1 നമ്മൾ പഠിക്കും മെൻഡലിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്. എങ്ങനെയാണ് രണ്ട് ഡിഫറെന്റ് സാധനം സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ സെക്ഷലി ക്രോസ് ചെയ്യുമ്പോൾ അതിനെങ്ങനെയാ കിട്ടാന്നൊക്കെ നമ്മൾ ഈ മെൻഡലിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ പഠിക്കും. ആൻഡ് ഇത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് നമ്മൾ എന്ത് ഡിസ്കവർ ചെയ്തു? DNA മോസ്റ്റ് ഓർഗാനിസത്തിലും ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ഉണ്ടെന്ന് പഠിച്ചു. ആൻഡ് ബൈ 1926 ആവുമ്പോൾ കുറച്ചും കൂടി സീരിയസ് ആയി ഡിസ്കഷൻ എങ്ങനെയാണ് മോളിക്യുലർ ലെവലില് ജനറ്റിക് ഇൻഹെറിറ്റൻസ് നടക്കാന്നുള്ളത്. ആൻഡ് ബാക്കിയുള്ള ഡിസ്കവറീസ് ഒക്കെ നാരോ ഡൗൺ ചെയ്ത് നമുക്ക് ഫൈനലി എന്ത് കിട്ടി? ക്രോമസോംസ് ഫൈനലി ന്യൂക്ലിയസിലാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. പക്ഷെ ന്യൂക്ലിയസിലാണ് ക്രോമസോം, DNA ജനറ്റിക് മെറ്റീരിയൽ ന്യൂക്ലിയസിലാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. എക്സാക്ട്ലി ജനറ്റിക് മെറ്റീരിയൽ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് സയന്റിസ്റ്റിന്റെ ഒരു
ഫസ്റ്റ് സയന്റിസ്റ്റിന്റെ അയാൾ എന്താണ് ചെയ്തതെന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. ഈ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ബൈ ഫ്രെഡറിക് ഗ്രിഫിത്ത് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയർ പലതവണ ചോദിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? ആ ഇയറും ഇമ്പോർട്ടന്റ് ആണ്. 1928 നമ്മുടെ ഫ്രെഡറിക് ഗ്രിഫിത്ത്സ് എക്സ്പെരിമെന്റ് എന്നാണ് അതിന് പറയാ. ഗ്രിഫിത്ത് എന്ത് എക്സ്പെരിമെന്റ് ചെയ്തു? ആരെ വെച്ച് ചെയ്തു? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ, അത് ന്യൂമോണിയ കോസ് ചെയ്യുന്ന ബാക്ടീരിയം വെച്ച് എന്ത് ചെയ്തു? നമ്മുടെ എക്സ്പെരിമെന്റ് ചെയ്തു. ആൻഡ് ഇതിലെന്താണ് ഇയാൾ ചെയ്തത്? ഒരു കൾച്ചർ പ്ലേറ്റില് നമ്മൾ ഏതിനെ ഗ്രോ ചെയ്തു? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയനെ ഗ്രോ ചെയ്തു. ആൻഡ് എന്നിട്ട് അയാൾ കണ്ടുപിടിച്ചെന്താ? ചില കോളനീസ് സ്മൂത്ത് ആണ്, പക്ഷെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയന്റെ ചില കോളനീസ് ഭയങ്കര റഫ് ആന്ന് കണ്ടുപിടിച്ചു. ഇനി ആ റഫ് കോളനീസിനെ R എന്ന് പേരിട്ടു, സ്മൂത്ത് കോളനീസിനെ S എന്ന് പേരിട്ടു. ഇനി ഇതിന്റെ കാരണം എന്താന്ന് അന്വേഷിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഈ S സ്ട്രെയിൻ, അതായത് സ്മൂത്ത് ആയിട്ട് കാണുന്ന ബാക്ടീരിയക്ക് എന്തുണ്ട്? ഒരു മ്യൂക്കസ് കോട്ട് ഉണ്ട്. മ്യൂക്കസ് കോട്ട് വിച്ച് ഇസ് മെയ്ഡ് ഓഫ് പോളിസാക്കറൈഡ്. അതുകൊണ്ടാണ് ഇത് സ്മൂത്ത് ആയത്. മ്യൂക്കസ് കോട്ട് ഉണ്ട്, പക്ഷെ റഫ് ആയിട്ടുള്ള സ്ട്രെയിനിന് ആ മ്യൂക്കസ് കോട്ടില്ല, അതുകൊണ്ട് അത് റഫ് ആയിട്ട് റിമെയിൻ ചെയ്തു. ആൻഡ് ഒരു മൈസിനെ വെച്ച് നമ്മൾ ഈ എക്സ്പെരിമെന്റ് കണ്ടിന്യൂ ചെയ്യണം. ഒരു മൈസിലേക്ക് നമ്മൾ ഈ S സ്ട്രെയിൻ, അതായത് സ്മൂത്ത് സ്ട്രെയിൻ, ഈ സ്മൂത്ത് സ്ട്രെയിന് ഒരു പ്രത്യേകതകളുണ്ട്. അവര് വിറുലന്റ് ആണ്. വിറുലന്റ് എന്ന് പറഞ്ഞാല് ഡിസീസ് കോസിങ് ആണ്. ആൻഡ് ഒരു മൈസിലേക്ക് നമ്മൾ S സ്ട്രെയിൻ ഇഞ്ചെക്ട് ചെയ്താൽ നമുക്ക് എന്ത് മനസ്സിലായി? അത് വിറുലന്റ് ആയതുകൊണ്ട് തന്നെ ആ മൈസ് മരിച്ചു പോകും, അതായത് മൈസിന്റെ ഡെത്ത് കണ്ടു. പക്ഷെ അതേസമയം R സ്ട്രെയിൻ ആണ് ഇഞ്ചെക്ട് ചെയ്യുന്നതെങ്കിൽ മൈസസ് സ്റ്റിൽ അലൈവ്, അതായത് നോൺ വിറുലന്റ് ആയതുകൊണ്ട് ന്യൂമോണിയ ഉണ്ടാവുന്നില്ല, അതുകൊണ്ട് തന്നെ മരിക്കുന്നില്ല. ഇനി ഗ്രിഫിത്ത് ഒരു കാര്യം കൂടി കണ്ടുപിടിച്ചു. എന്താണ്? ഗ്രിഫിത്ത് വാസ് ഏബിൾ ടു കിൽ ബാക്ടീരിയ ബൈ ഹീറ്റിംഗ് ദം. അതായത് ഇതിന്റെ വിറുലൻസ് നേച്ചർ അല്ലെങ്കിൽ അതിന്റെ ഡെത്ത് തന്നെ കോസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഹീറ്റ് ചെയ്താൽ മതി എന്ന് കണ്ടുപിടിച്ചു. ആൻഡ് ഈ ഹീറ്റ് വഴി കിൽഡ് ആയിട്ടുള്ള S സ്ട്രെയിനെ അഗെയിൻ മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. അപ്പൊ എന്ത് മനസ്സിലായി? മൈസ് സ്റ്റിൽ അലൈവ്. അപ്പൊ എന്താ? അതിന്റെ വിറുലൻസ് നഷ്ടപ്പെട്ടു. അതായത് ഹീറ്റ് കിൽ ചെയ്ത S സ്ട്രെയിൻ ഇസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ദി R സ്ട്രെയിൻ വിച്ച് ഇസ് നോൺ വിറുലന്റ്. അപ്പൊ മൈസ് അലൈവ് ആണെന്ന് കണ്ടുപിടിച്ചു. പക്ഷെ അടുത്ത എക്സ്പെരിമെന്റ് എന്ത് ചെയ്തു? ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള S സ്ട്രെയിനും കൂടെ R സ്ട്രെയിനും, അതായത് ലൈവ് ആയിട്ടുള്ള R സ്ട്രെയിനും ഇട്ടപ്പോ അയാൾക്ക് എന്താണ് പ്രതീക്ഷിച്ചത്? നമ്മുടെ ഹീറ്റ് കിൽഡ് S സ്ട്രെയിൻ നോൺ വിറുലന്റ് ആണ്, ഡിസീസ് കോസ് ചെയ്യുന്നില്ല. ആൻഡ് ഈ R സ്ട്രെയിൻ എങ്ങനെയാ? R സ്ട്രെയിൻ ഓൾറെഡി നോൺ വിറുലന്റ് ആയിരുന്നു, ഡിസീസ് കോസ് ചെയ്തിരുന്നില്ല. അപ്പോ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യുക? മൈസ് ലൈവ് തന്നെ ആയി തുടരുന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് ഇഞ്ചെക്ട് ചെയ്തപ്പോൾ നമ്മൾ കണ്ടു മൈസിന്റെ ഡെത്ത് ആണ് കണ്ടത്, അതായത് മൈസ് ഡൈ ചെയ്തു. അപ്പൊ അയാൾ ആലോചിച്ചു, ഇത് എന്തുകൊണ്ടാണ് ഈ ഹീറ്റ് കിൽ S സ്ട്രെയിൻ അലോങ് വിത്ത് നമ്മുടെ R സ്ട്രെയിൻ എന്തുകൊണ്ടാണ് മൈസിനെ കൊന്നത്? ആൻഡ് വേറൊരു ഫൈൻഡിങ് കൂടി ഉണ്ടായിരുന്നു. ഹി റിക്കവേർഡ് ലിവിങ് S ബാക്ടീരിയ ഫ്രം ദി ഡെഡ് മൈസ്. അതായത് ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള S ബാക്ടീരിയനെ ഇട്ടപ്പോൾ അയാൾക്ക് കണ്ടുപിടിച്ചു ഈ ഡെഡ് മൈസിൽ ഓൾറെഡി ലൈവ് ആയിട്ടുള്ള S ബാക്ടീരിയനെ കണ്ടുപിടിക്കാൻ പറ്റി. ആൻഡ് അയാൾ എന്താണ് കൺക്ലൂഡ് ചെയ്തത്? ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ കണ്ടതുകൊണ്ട് അതിനെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്നാണ് വിളിച്ചത്. ആൻഡ് ഹി കൺക്ലൂഡഡ് ദാറ്റ് ഈ R സ്ട്രെയിൻ ബാക്ടീരിയ എങ്ങനെയോ ഈ ഹീറ്റ് കിൽഡ് S സ്ട്രെയിൻ ബാക്ടീരിയന്റെ ഇൻഫ്ലുവൻസ് വെച്ച് ട്രാൻസ്ഫോംഡ് ആയി. ആൻഡ് ഈ ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മുടെ ഡെഡ് മൈസിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതും നമ്മുടെ മൈസിനെ ഓൾറെഡി കില്ല് ചെയ്യാൻ സഹായിച്ചതും. ആൻഡ് അയാൾ പ്രൊപ്പോസ് ചെയ്തു സം ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ട്രാൻസ്ഫേർഡ് ഫ്രം ദി ഹീറ്റ് കിൽഡ് S സ്ട്രെയിൻ enabled R strain to synthesize a smooth polysaccharide coat and become virulent. And this must be due to the transfer of genetic material. പക്ഷെ നമുക്ക് ഇത്രയും മനസ്സിലായുള്ളൂ, ഇങ്ങനെ ഒരു ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ നടക്കാൻ സാധ്യതയുണ്ട് ആൻഡ് പോസിബിലിറ്റി ഉണ്ട്, അത് നടക്കുന്നുമുണ്ട്, അത് അയാൾ പ്രൂവും ചെയ്തു. പക്ഷെ എക്സാക്ട് ബയോകെമിക്കൽ നേച്ചർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ നമുക്ക് ഇതുവരെ ഈ ഒരു എക്സ്പെരിമെന്റ്സിനാലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല.
അപ്പൊ നമ്മുടെ അടുത്ത പോയിന്റ് എന്താ? ഈ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയപ്പെടുന്ന സാധനത്തിന്റെ ബയോ കെമിക്കൽ ക്യാരക്ടറൈസേഷൻ എങ്ങനെയാണ്, അതായത് ബയോ കെമിക്കലി അത് എങ്ങനെയുള്ള നേച്ചറിന്റെ ആണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. ആൻഡ് അതാരാണ് കണ്ടുപിടിച്ചത്? നമ്മുടെ 3 സയന്റിസ്റ്റ് കൂടിയാണ് കണ്ടുപിടിച്ചത്. മാക്ലിയോഡ്, ഏവറി ആൻഡ് മെക്കാർട്ടി. ഈ നെയിംസ് ഇമ്പോർട്ടന്റ് ആണ്, ഫുൾ പഠിച്ചു വെക്കാം. ആൻഡ് ഇൻ ദ ഇയർ 1933 to 44 കാലഘട്ടത്തിലാണ് ഈ വർക്ക് നടന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഈ ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ അറിയുന്നതിന് മുമ്പ് വരെ, അതായത് ഈ 3 സയന്റിസ്റ്റ് ഈ വർക്ക് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് വരെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ജനറ്റിക് മെറ്റീരിയൽ ഒരു പ്രോട്ടീൻ ആണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവർ ഈ എക്സ്പെരിമെന്റ്, ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റ് കഴിഞ്ഞ് ഇവര് ഡിറ്റർമിൻഡ് ആയി എന്തിന്? ഈ ബയോകെമിക്കൽ നേച്ചർ കണ്ടുപിടിക്കേണ്ട. അപ്പൊ എന്ത് മനസ്സിലായി? അതൊരു പ്രോട്ടീൻ അല്ല എന്ന് കണ്ടുപിടിച്ചു. അവരെങ്ങനെയാണ് ഇത് ചെയ്തത്? ദേ പ്യൂരിഫൈഡ് ബയോകെമിക്കൽസ്. അവര് പ്യൂരിഫൈ ചെയ്തു ബയോകെമിക്കൽസ്. ഏതൊക്കെ? പ്രോട്ടീനും DNA-യും RNA, അതായത് സസ്പെക്ട്സ്. ഇതാവാം പ്രോട്ടീൻ ആവാം, ചിലപ്പോൾ ജനറ്റിക് മെറ്റീരിയൽ, അല്ലെങ്കിൽ DNA ആവാം, RNA ആവാം. ഇങ്ങനത്തെ പോസിബിലിറ്റീസിനെ അവർ പ്യൂരിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്തു? അവർ പ്യൂരിഫൈ ചെയ്തിട്ട് ആഡ് ചെയ്തു. എങ്ങോട്ടേക്ക്? ഈ R സെൽസിലേക്ക്. ആൻഡ് ടു സി റിസൾട്ടിൽ നമുക്ക് ഹീറ്റ് കിൽഡ് S സെല്ലിന്റെ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ആൻഡ് അവരെന്ത് ഡിസ്കവർ ചെയ്തു? DNA വെച്ച്, DNA ഉള്ളതിൽ മാത്രമാണ് ഈ S ബാക്ടീരിയ കോസ്ഡ് ദ R ബാക്ടീരിയ ടു ബിക്കം ട്രാൻസ്ഫോംഡ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? DNA ഇസ് നെസസറി ഫോർ ദിസ് ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ ബയോകെമിക്കൽ നേച്ചർ മോസ്റ്റ്ലി DNA ആവാനാണ് ചാൻസ് എന്ന് മനസ്സിലായി. ആൻഡ് ദേ ഓൾസോ ഡിസ്കവേർഡ് ഈ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് പ്രോട്ടിയേസസ് ആൻഡ് RNA ഡൈജസ്റ്റിംഗ് എൻസൈംസ് RNases did not affect transformation. So the transforming substance was not a protein or a DNA. Protein, DNA, RNA ഇത്രയും ഒരു ഇതിൽ എടുത്തു, ഒരു കണ്ടെയ്നറിൽ എടുത്തു. ആൻഡ് അവരെന്ത് ആഡ് ചെയ്തു? നമുക്ക് നോക്കണം. ഒന്നിലും നമുക്ക് പ്രോട്ടീൻ മാത്രമേ റിമെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 3 കണ്ടെയ്നേഴ്സ് ഇതേപോലെ എടുക്കണം. എന്നിട്ട് എന്ത് എൻഷുർ ചെയ്യണം? ഒന്നില് പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ, ഒന്നില് DNA മാത്രമേ ഉള്ളൂ, ആൻഡ് തേർഡില് RNA മാത്രമേ ഉള്ളൂ. ഏത്? എന്നിട്ട് ഈ 3 എണ്ണത്തിലേക്കും എന്ത് ആഡ് ചെയ്യും? S കിൽഡ്, ഹീറ്റ് കിൽഡ് S സ്ട്രെയിനും ലൈവ് R സ്ട്രെയിനും ആഡ് ചെയ്യും. അപ്പോ ഇതിൽ ഫസ്റ്റ് നമുക്ക് എൻഷുർ ചെയ്യണം ഇതിൽ DNA മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തിനെ ആഡ് ചെയ്യണം? പ്രോട്ടീനെയും RNA-നെയും ഡൈജസ്റ്റ് ചെയ്ത് ഇല്ലാണ്ടാക്കാൻ നമ്മൾ പ്രോട്ടിയേസസും RNaസസും ആഡ് ചെയ്തു. അതേപോലെ സെക്കൻഡ് ഇതില് പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ എന്ന് എൻഷുർ ചെയ്യാൻ എന്ത് ചെയ്തു? DNaസസും RNaസസും ആഡ് ചെയ്തു. തേർഡില് RNA മാത്രമേ ഉള്ളൂ എന്ന് എൻഷുർ ചെയ്യാൻ അഗെയിൻ പ്രോട്ടീനേസസും DNaസസും ആഡ് ചെയ്തു. പ്രോട്ടീനേസസും DNaസസും ആഡ് ചെയ്തു. ആൻഡ് ഈ ഹീറ്റ് കിൽഡ് S സ്ട്രെയിനും ലൈവ് സ്ട്രെയിനുമായിട്ട് മിക്സ് ചെയ്ത് മൈസ് ചാവുന്നുണ്ടോ ഇല്ലയോ, അല്ല റിമെയിൻ ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കി. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് പ്രോട്ടിയേസസും RNaസസും ഉള്ളതില് ട്രാൻസ്ഫോർമേഷൻ എഫക്ട് ചെയ്യപ്പെട്ടില്ല, അതായത് ട്രാൻസ്ഫോർമേഷൻ നടന്നു. അപ്പൊ അതിനർത്ഥം എന്താ? ആ കണ്ടെയ്നറിൽ ഏതേ റിമെയിൻ ചെയ്യുന്നുള്ളൂ? DNA മാത്രമേ റിമെയിൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ DNA ലോൺ നെസസറി ആണ് ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ. അപ്പോ ഇത്രയും കഴിഞ്ഞപ്പോ നമുക്ക് എന്തൊക്കെ കിട്ടി? ബയോകെമിക്കൽ നേച്ചർ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളും കൂടി കണ്ടുപിടിച്ചു. അപ്പൊ ജനറ്റിക് മെറ്റീരിയൽ DNA ആണെന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഉറപ്പായി. ഇനി ജനറ്റിക് മെറ്റീരിയൽ ഇസ് DNA. ബാക്കിയുള്ള ഒരു ഹെർഷി ചേസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സ്പെരിമെന്റും പ്രോപ്പർട്ടീസും നാളെ അടുത്ത പാർട്ട് 2 ഡിസ്കസ് ചെയ്യായിരിക്കും. താങ്ക് യു.